നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത, ചീഫ് ഫിസിഷ്യൻ ആയുർവേദ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ മരുന്ന് അരിഷ്ടം. അത് ആർക്കെല്ലാം കഴിക്കാം, എത്ര അളവിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഗുണദോഷങ്ങളുണ്ടോ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഔഷധ സസ്യങ്ങളുടെ കഷായത്തിൽ ശർക്കരയോ തേനോ ചേർത്ത് മൺപാത്രങ്ങളിൽ അല്ലെങ്കിൽ വീപ്പയിൽ അടച്ചു സൂക്ഷിച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ദ്രാവക രൂപത്തിലുള്ള ഔഷധമാണ് അരിഷ്ടം. ഇതിൽ സ്വാഭാവികമായി കുറച്ച് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. ഈ മരുന്ന് നമ്മുടെ ശരീരത്തിൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അരിഷ്ടം ആർക്കെല്ലാം സേവിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. ജീർണശക്തി കുറവുള്ളവർ, വയറ്റിൽ നിറവ് മീൻസ് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർ, വാതമുള്ളവർ, ആഹാരത്തിന് രുചി കുറവുള്ളവർ, ദേഹദൗർബല്യം, മാനസിക ക്ഷീണം ഉള്ളവർ, ഇവർക്കെല്ലാം നമുക്ക് അരിഷ്ടം കൊടുക്കാവുന്നതാണ്. നമുക്ക് ഓർമ്മശക്തി, മേധാശക്തി കൂട്ടാൻ വേണ്ടി സാരസ്വത അരിഷ്ടം അല്ലെങ്കിൽ അശ്വഗന്ധ ഇതേപോലെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്ക് എത്ര അളവിലാണ് നമുക്ക് അരിഷ്ടം കൊടുക്കാൻ കഴിയുക എന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ 15 തൊട്ട് 30 ml വരെ ഉള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അഡൽട്ട് ഡോസ് എന്ന് പറയുന്നത് 30 ആണ്. ഏത് സമയത്ത് കൊടുക്കാം? ആഹാരത്തിന് ശേഷം കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ ആൾക്കാർക്ക് അരിഷ്ടത്തിനെ പറ്റി പറഞ്ഞു, ഏതൊക്കെ ആൾക്കാർക്കാണ് അരിഷ്ടം കൊടുക്കാൻ പറ്റുന്നത് എന്നും ഞാൻ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് ആർക്കൊക്കെയാണ് അരിഷ്ടം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അളവ് കൃത്യം നോക്കാതെ അധികം കഴിച്ചാൽ അസിഡിറ്റി, ശരീരത്തിന് ചൂട്, ഹാർട്ട് ബേൺ, ചില പ്രശ്നങ്ങൾ വന്നേക്കാം. ഗർഭിണികൾക്ക് സാധാരണയായി അരിഷ്ടം ശുപാർശ ചെയ്യാറില്ല. കരൾ, വൃക്ക പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അരിഷ്ടം സേവിക്കാവുള്ളൂ. ഡയബറ്റിസ് ഉള്ളവരും ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് മാത്രമേ അരിഷ്ടം സേവിക്കാവൂ. അസിഡിറ്റി ഉള്ളവർക്ക് അരിഷ്ടം ശ്രദ്ധിക്കണം. അരിഷ്ടം കഴിക്കുമ്പോൾ വയറ്റിലെ സംരക്ഷണ പാളി കുറഞ്ഞേക്കാം. അത് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ആസിഡ് നേരിട്ട് മുകളിലേക്ക് വരും. അതാണ് ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം അസിഡിറ്റി ഉള്ളവർക്ക് നമ്മൾ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സാധാരണ അരിഷ്ടങ്ങളല്ല കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അസിഡിറ്റി ഉള്ളവർ തീർച്ചയായും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ അരിഷ്ടം കുടിക്കാവൂ. അരിഷ്ടം ഒരു നല്ല ആയുർവേദ മരുന്നാണ്. പക്ഷേ ശരിയായ അളവിൽ ശരിയായ വ്യക്തികൾക്ക് നൽകിയാൽ ഗുണം നിശ്ചയമാണ്. ആസിഡിറ്റി, ഡയബറ്റിസ് എന്നിവ പോലെയുള്ള രോഗങ്ങളുള്ളവർ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് സേവിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ലളിതമായ ആരോഗ്യ വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഓൾ.